ഗുഡ് മോർണിംഗ്. നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഫൈനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ ആണ്. അതിലെ കുറേ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലെത്തി നിൽക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. അതായത് ഘടന എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത് 3 ടയർ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലാണ്. ഇതിന് ത്രിതല സംവിധാനമാണ് രൂപീകരിക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ത്രിതല സംവിധാനം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഏതൊരു മ്യൂച്വൽ ഫണ്ടിനും ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. ഈ സ്പോൺസറാണ് ഈ മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിന് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. ആ സ്പോൺസർ ആയിരിക്കും ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഇന്ത്യയിൽ SBI മ്യൂച്വൽ ഫണ്ട് എടുക്കാം. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. പലതരത്തിൽപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം ത്രിതല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞു, അതിനൊരു എന്തുണ്ടായിരിക്കണം? സ്പോൺസർ ഉണ്ടായിരിക്കണം. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ സ്പോൺസർ SBI ആണ്. രണ്ടാമത് അവിടെ രൂപീകരിക്കേണ്ടത് ഒരു ടീം ഓഫ് ട്രസ്റ്റീസ് ആണ്. ഒരു ട്രസ്റ്റ് ഫോം ചെയ്യണം. ഈ ഇൻവെസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്, മ്യൂച്വൽ ഫണ്ട് ബയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്, അവരുടെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റുകൾ അവർക്ക് പരമാവധി കിട്ടത്തക്ക തരത്തിൽ പ്രവർത്തിക്കുകയും ഇതിനെ മൊത്തം സൂപ്പർവൈസ് ചെയ്യുകയും ഈ സംവിധാനത്തെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ഈ ട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രസ്റ്റാണ്. ഇത് കമ്പനിയുടെ സ്വന്തമല്ല. ഇതിൻ്റെ ഓണർഷിപ്പ് ഈ ട്രസ്റ്റിന് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസിന് വേണ്ടി നിലകൊള്ളുന്ന സംവിധാനമാണ്. ഇപ്പോൾ നമുക്ക് SBI മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ, സൂപ്പർവൈസ് ചെയ്യാൻ, നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ രണ്ടാമത്തെ ഈ സംവിധാനം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ അറിയപ്പെടുന്നത് SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസർ SBI ആണ്. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രസ്റ്റ് എന്ന് പറയുന്നത് SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് സ്പോൺസർ സ്വന്തമല്ല ട്രസ്റ്റ്. അവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഓണർഷിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ ഈ ട്രസ്റ്റ് സോൾലി ഓറിയൻറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ആ ട്രസ്റ്റിൻ്റെ ഓണർഷിപ്പ്. ട്രസ്റ്റ് ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ആരുടെ സ്വത്താണത്? അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്വത്താണ്. ഇവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഇവരാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു സ്പോൺസർ ഉണ്ടാകണം. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസർ എന്ന് പറയുന്നത് SBI ആണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റീസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സംവിധാനമാണ്. ഇത് ട്രസ്റ്റ് ആക്ട് മൂലമാണ് ഇത് ഫോം ചെയ്യുന്നത്. നമ്മൾ ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം. മൂന്നാമത്, ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു എക്സ്പെർട്ട് ടീമിനെയാണ്. അതിനെ പറയപ്പെടുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അല്ലെങ്കിൽ AMC ആണ്. ഇവരാണ് ഇതിൻ്റെ ഫണ്ട് മാനേജർ. ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം കൃത്യമായിട്ട്
ഏറ്റവും ഫലപ്രദമായിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന പണിയാണ് ഇവർക്ക്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ നിരന്തരം ഈ ട്രസ്റ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന 3 സംവിധാനങ്ങളാണെങ്കിലും ഇവരുടെ മ്യൂച്വൽ ഫണ്ട് പ്രവർത്തനങ്ങളുടെ സമീപന രീതികൾ വളരെ വ്യത്യസ്തവും ഒരു കൂട്ടരുടെ പ്രവർത്തനങ്ങളെ മറ്റൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു, നിതാന്തമായി ജാഗ്രതയോടെ പരിശോധിക്കുകയും ഒബ്സർവ് ചെയ്യുകയും അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യുകയും പോരായ്മകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. SBI മ്യൂച്വൽ ഫണ്ടിൽ AMC ആയി അവർ രൂപീകരിച്ചിട്ടുള്ള സംവിധാനം SBI ഫണ്ട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഈ സ്പോൺസർക്കായിരിക്കും, സ്പോൺസർ കമ്പനിക്കായിരിക്കും. മനസ്സിലായല്ലോ? ഫുള്ളി ഓർ പാർട്ടിലി, മൊത്തവും അവർ അതിൻ്റെ ഷെയർ വാങ്ങണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണമായിട്ട് SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് മാനേജ്മെന്റ് നടത്തുന്നത് എന്താണ്, SBI ഫണ്ട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് SBI പ്ലസ് അമുണ്ടി, ഒരു ഫ്രഞ്ച് അസറ്റ് മാനേജിങ് കമ്പനിയാണത്. അവർ ചേർന്നാണ്. ഈ AMCയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓണർഷിപ്പിൻ്റെ മിനിമം 40% സ്പോൺസറുടെ കയ്യിലായിരിക്കും. എന്നുവെച്ചാൽ 100 രൂപ മൂലധനം SBI ഫണ്ട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് ക്യാപിറ്റലായി സ്വരൂപിക്കുന്നെങ്കിൽ അതിൻ്റെ 40 രൂപ SBI ആയിരിക്കണം മുടക്കണമെന്നത്. അപ്പോൾ നമ്മളിവിടെ സംഘടനാ സംവിധാനത്തിൽ 3 സംവിധാനങ്ങളെപ്പറ്റി പഠിച്ചു. ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് പോകുന്നത്. ഇതിന് സ്പോൺസർ ഉണ്ടായിരിക്കണം. സ്പോൺസറുടെ കേസിൽ നമ്മൾ പറഞ്ഞു SBI മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത് ഇവിടെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ടീം ഓഫ് ട്രസ്റ്റീസ് ഉണ്ടായിരിക്കണം. അവരാണ് ഈ ഫണ്ട് മോണിറ്റർ ചെയ്യുന്നത്. SBIയുടെ കേസിൽ SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ആ മേൽനോട്ടം വഹിക്കുന്നത്. മൂന്നാമത് നമ്മുടെ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുവാൻ അവിടെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. ഒരു ഫണ്ട് മാനേജറാണ്. SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ SBI ഫണ്ട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. SBIയുടെ ഈ സംവിധാനം ഓൺ ചെയ്തിരിക്കുന്നത്. SBIക്കും അതിൽ ഹോൾഡിംഗ് ഉണ്ട്. MND എന്ന് പറയുന്ന ഫ്രഞ്ച് അസറ്റ് മാനേജ്മെന്റ് ടീമും അതിൻ്റെ ഷെയറുകൾ വാങ്ങിയിരിക്കുന്നു. ഇനി വെറുതെ ഇത് ഫോം ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങൾക്കും അവരുടെ നോംസ് അനുസരിച്ച് വേണം ഇതിൻ്റെ ഫോർമേഷൻ. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ SBIയും RBIയും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റും മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാലാകാലങ്ങളിൽ അവരെടുക്കുന്ന നയപരമായ തീരുമാനങ്ങളും സെബി നൽകുന്ന റെഗുലേറ്ററി ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് ഈ സംവിധാനം ഫോളോ ചെയ്തേ പറ്റും. നമുക്കിനി ഈ സ്പോൺസർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ 3 ടയർ സിസ്റ്റത്തിലെ ഒന്നാമത്തെ ഘടകം നമ്മൾ പരിശോധിച്ചു. അവരെന്താണ് ചെയ്യുന്നത്? അവരാണിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഫണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്. മനസ്സിലായോ? സ്പോൺസർ അല്ലെങ്കിൽ ഇവിടെ സ്പോൺസർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു SBIയുടെ മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അവർ ഫോം ചെയ്തിരിക്കുന്നത് SBI മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ സ്പോൺസറായിട്ട് വരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ സ്പോൺസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അതൊരു രജിസ്റ്റേർഡ് കമ്പനിയാകാം. രജിസ്റ്റേർഡ് ധനകാര്യ സ്ഥാപനമായിരിക്കണം. ഒരു രജിസ്റ്റേർഡ് കമ്പനിയാകാം. ബാങ്കുകളെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? ബാങ്കുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ രൂപീകരിക്കാൻ സ്പോൺസറായി പ്രവർത്തിക്കാമെന്നർത്ഥം. ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് അത് പറ്റും. രജിസ്റ്റേർഡ് കമ്പനികൾക്ക് പറ്റും. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പറ്റും. സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും മ്യൂച്വൽ ഫണ്ട് സ്പോൺസറാകാം, അല്ലെങ്കിൽ അവർക്കത് ഫോം ചെയ്യാമെന്ന് അർത്ഥം. ഇങ്ങനെ പ്രവർത്തിക്കാൻ ഒരു കമ്പനി തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്കൊരു 5 വർഷത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃത്യമായ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. മതിയായ തോതിൽ അവർക്ക് മൂലധനമുണ്ടോ എന്ന് നോക്കും. നെറ്റ് വർത്ത് പരിശോധിക്കും.
അവിടെ നെറ്റ്വർത്ത് മൂലധനം എന്നുള്ള അവരുടെ പക്കലുള്ള കമ്പനിയുടെ പ്രോപ്പർട്ടി എത്രമാത്രം അതിന് വാല്യൂ ഉണ്ടെന്ന് നോക്കും. ഈ കമ്പനി കൃത്യമായിട്ട് ഡിവിഡൻഡ് നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ലാഭവിഹിതം നൽകുന്നുണ്ടോ ഈ കമ്പനി എന്ന് വെച്ചാൽ സാമ്പത്തിക അടിത്തറ ഭദ്രമാണോ, നിലവിലുള്ള നിക്ഷേപകർക്ക് ഈ കമ്പനിക്ക് മാന്യമായിട്ട് റിട്ടേൺ കൊടുക്കുവാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഡിവിഡൻഡായി കൊടുക്കുന്ന ഒരു കമ്പനിക്ക് കിട്ടുന്ന ലാഭം മുഴുവനും ഡിവിഡൻഡായി വീതം വെക്കില്ല. അതിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടിന് വിധേയമായിട്ടേ അത് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതും പ്രോഫിറ്റബിലിറ്റിൻ്റെ രണ്ടാണ്. കമ്പനി കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു എന്ന് കരുതി എല്ലാ വർഷവും ആ ലാഭം മൊത്തം വീതിച്ച് നൽകണമെന്നില്ല. അവർക്ക് ഡിവിഡൻഡ് പോളിസി കാണും. ആ ഡിവിഡൻഡ് പോളിസിക്ക് വിധേയമായിട്ട് ലാഭത്തിൽ നിന്നൊരു ഭാഗം മാത്രം, അതുകൊണ്ട് അതിനെ ഡിവിഡൻഡിനെ ലാഭവിഹിതമെന്നാണ് പറയുന്നത്. ലാഭത്തിൽ നിന്നൊരു ഭാഗമാണത് കൊടുക്കുന്നത്. നമ്മൾ കമ്പനികളൊക്കെ പറ്റി പിന്നീട് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അതിൽ ഈ ഭാഗമൊക്കെ വളരെ നമുക്ക് വിശദമായിട്ട് പ്രതിപാദിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക ഭദ്രത, സ്പോൺസറായി വരുന്ന കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത കൃത്യമായി പരിശോധിച്ച് മാത്രമേ അവർക്ക് ഇതിന് അംഗീകാരം, ഫണ്ട് നടത്തുവാനുള്ള അധികാരം നൽകുകയുള്ളൂ. അതേപോലെ നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, സ്പോൺസർ ഇതിലേക്ക്, ഈ സംവിധാനത്തിലേക്ക് 40% പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ, അതായത് AMCയിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ അവരുടെ ഷെയറിൻ്റെ 40% മിനിമമാണത്. നമ്മൾ പറഞ്ഞു ഒന്നോ അതിലധികമോ കമ്പനികൾക്ക് ചേർന്ന് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്വന്തമാക്കുകയും ഫണ്ടിൻ്റെ കൃത്യമായ മാനേജ്മെൻറ്റ് നടത്തുകയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനി തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ SBIയുടെ കേസിൽ പറഞ്ഞു, അവിടെ നമ്മുടെ SBIയും ഒരു ഫ്രഞ്ച് കമ്പനിയും ചേർന്നാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്, മൂലധനം നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനിക്ക് 40% താഴെ പോകാൻ പാടില്ല. സ്പോൺസർക്ക് റോളുണ്ട്. ഇതിൻ്റെ ഭരണനിർവഹണ പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകണം. ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, ആ ട്രസ്റ്റ് ഫോം ചെയ്ത് അതിൽ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പങ്കാളിത്തമുണ്ട്. ആ ധർമ്മങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നിർവഹിക്കണം. നമ്മൾ ഒരു ബ്രീഫായിട്ട് നമുക്ക് ഈ സ്പോൺസറെ പറ്റി ഒന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി 3 tier സിസ്റ്റത്തിലെ രണ്ടാമത്തെ സംവിധാനം ട്രസ്റ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് എൻറ്റിറ്റിയാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഓവർസീ ചെയ്യുന്നത് ഈ ട്രസ്റ്റീസാണ്. എന്നുവെച്ചാൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പൊതുജനങ്ങളുടെ ഫണ്ട്, പണം, പലതുള്ളി പെരുവെള്ളം, ചെറിയ ചെറിയ സമ്പാദ്യങ്ങളായിട്ട് കോടാനുകോടികൾ സ്വരൂപിച്ച് ഇത് കയ്യിലെത്തുന്നവർ ഇത് ശരിയായ മാർഗത്തിലാണോ വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട അഴിമതി എവിടെ നടക്കുന്നുണ്ടോ, ഈ ഫണ്ട് ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ, ഫണ്ട് കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടുമാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുകയാണ് ഈ ട്രസ്റ്റിൻ്റെ ജോലി. നമ്മളിവിടെ SBI ആണ് എക്സാമ്പിളായിട്ട് പറഞ്ഞ്, SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ ട്രസ്റ്റിൻ്റെ ധർമ്മം SBI മ്യൂച്വൽ ഫണ്ടിൽ നിർവഹിക്കുന്നത്. ഇത് രൂപീകരിക്കുന്നത് ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ട്രസ്റ്റുകൾ ഫോം ചെയ്യുന്നത് ബ്രിട്ടീഷ് എറയിൽ നിലനിന്നിരുന്ന ആക്ട് പ്രകാരം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ്. ഇറ്റ് ഈസ് ഫോംഡ് അണ്ടർ ദ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. ട്രസ്റ്റ് ആക്ട് 1882 ട്രസ്റ്റ് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ ഗൈഡ് ചെയ്യുന്ന ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പ്രകാരമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഭാഗമായിട്ട് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 1908 രജിസ്ട്രേഷൻ ആക്ടിന് വിധേയമായിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ട്രസ്റ്റിൻ്റെ ജോലി പ്രൊട്ടക്റ്റ് ആൻഡ് റിസർവ് ട്രസ്റ്റ് പ്രോപ്പർട്ടി. ഇതിലെ അംഗങ്ങളായി വന്നിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ്, ആ ബെനിഫിഷ്യറീസിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. ഇവരുടെ പ്രാഥമിക താല്പര്യം ആര് തന്നെയാണ്? അതിൻ്റെ ഇൻവെസ്റ്റേഴ്സാണ്. സ്കീമുകളുടെ എല്ലാം പ്രവർത്തന രീതികൾ, ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം ഈ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിൽ ഉണ്ടാകുന്നുവോ
അല്ലെങ്കിൽ AMC ഫോം ചെയ്യുന്ന സ്കീംസ് കൃത്യമായി മോണിറ്റർ, അതിൻ്റെ ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പങ്ക്. നമുക്കിനി ഇവരുടെ റോൾ ആൻഡ് ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത് പറയുന്നത് ഇവർ ആക്ട് ആസ് പോളിസി മേക്കിംഗ് ബോഡി. നയപരമായ തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് ഇവരാണ്. AMC കൃത്യമായി ട്രസ്റ്റ് ഡീഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ? കാലാകാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ ഡയറക്ഷൻ നൽകുന്നത് ഈ ട്രസ്റ്റാണ്. AMC ഗൈഡ് ചെയ്യുന്നത് ട്രസ്റ്റാണെന്നർത്ഥം. മനസ്സിലായല്ലോ. അടുത്ത എന്താണ്? കാലാകാലങ്ങളിൽ ഈ AMCയുടെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് വിലയിരുത്തണം. ഇവാലുവേഷൻ ഓഫ് AMC. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ട്രാക്കിലൂടെയാണോ പോകുന്നതെന്ന്. അടുത്തതായി നോക്കുന്ന എൻഷർ ജസ്റ്റ് ആൻഡ് ഫെയർ ഡീലിങ്സ്. ഇവരുടെ ഇടപാടുകൾ സുതാര്യമാണോ? ഇവരിൽ അർപ്പിതമായ ലക്ഷ്യം കളങ്കമില്ലാതെ ഇവർ നിറവേറ്റുന്നുണ്ടോ? അടുത്തതായി നോക്കുന്ന കംപ്ലൈൻറ്റ് വിത്ത് സെബി ഗൈഡ് ലൈൻസ് ബൈ AMC. AMC സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ? സെബി കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? നിയമനിർമ്മാണം നടത്തുകയും അതിനെ റെഗുലേറ്റ് ചെയ്യുവാനുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഈ AMC ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് നമ്മുടെ ട്രസ്റ്റാണ്. മനസ്സിലായല്ലോ. അടുത്തത്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ AMCക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ഈ AMCക്ക്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇൻഷുർ ചെയ്യുക. ആഭ്യന്തരമായ ഭരണക്രമം, അതിൻ്റെ നടത്തിപ്പ് രീതികൾ കൃത്യമായിട്ടാണോ പോകുന്നത്? അതിനുവേണ്ടി അതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നവർക്ക് എന്താണ്? കംപ്ലൈൻസ് മാനുവൽ പ്രിപ്പയർ ചെയ്ത് കമ്പനിയുടെ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പ് രീതികളെ പറ്റി കൃത്യമായ നിയമ ബോധവൽക്കരണം ഉണ്ടാക്കിയിരിക്കണം. അടുത്ത ഭരണനിർവഹണ സംവിധാനങ്ങൾ, അതിൻ്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ സിസ്റ്റം ജോലികൾ, അതിൻ്റെ വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓഡിറ്റ് സിസ്റ്റം എഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിക്കണം. കണക്കുകൾ പരിശോധിക്കുവാനുള്ള സംവിധാനം കൃത്യമാണോ? അതേപോലെ നോംസുകൾ, രീതികൾ, അവിടുത്തെ തുടരേണ്ട സമ്പ്രദായങ്ങൾ, പിന്നെ അവിടെ ബ്രോക്കേഴ്സിനെ നിയമിക്കുന്നതും മാർക്കറ്റിംഗ് ഏജൻസിനെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, അത് ഫിക്സിംഗ് നോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സും മാർക്കറ്റിംഗ് ഏജൻസീസിൻ്റെയും പ്രവർത്തന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും ട്രസ്റ്റ് തന്നെയാണ്. ഈ സംവിധാനത്തിൽ വരുന്ന പ്രോപ്പർട്ടിയുടെ മുഴുവൻ ഉടമസ്ഥനും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത ഈ ട്രസ്റ്റിൻ്റെ പക്കലായിരിക്കും. എന്നുവെച്ചാൽ നിക്ഷേപക താല്പര്യം മുൻനിർത്തി ഈ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി, ട്രസ്റ്റ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഫണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ദ റെസ്പെക്റ്റീവ് സ്കീംസ്, ഓരോ സ്കീമിൻ്റെയും അതിന്മേലുള്ള പ്രോപ്പർട്ടിയുടെ അവകാശം ഈ ട്രസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും. അടുത്ത പറയുന്നത് ഇവർ പ്രൊട്ടക്ടറാണെന്ന്. പ്രൊട്ടക്ടർ നമുക്കറിയാം, അവർ പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? പ്രൊട്ടക്ട്സ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. അടുത്തായിട്ട് റിപ്പോർട്ടിംഗ് ടു ദ ബോർഡ്. മനസ്സിലായല്ലോ. റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. കീപ് ദ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് വിത്ത് മ്യൂച്വൽ ഫണ്ട് ഓൺ എ ക്വാർട്ടർലി. 3 മാസം ഒരിക്കൽ കഴിഞ്ഞ 3 മാസത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് റിവ്യൂ ചെയ്യുക. ക്വാർട്ടർലി റിവ്യൂ ദ നെറ്റ്വർത്ത് ഓഫ് ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. 3 മാസം ഇരിക്കൽ. ക്വാർട്ടർ എന്ന് പറയുന്നത് ഒരു വർഷത്തെ 4ആയിട്ട് വിഭജിക്കുന്ന അതിലൊരു ഭാഗമാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ഓരോ 3 മാസത്തിലും എന്ത് ചെയ്യുക? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഏപ്രിൽ 1 സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ, മെയ്, ജൂൺ 30 ആകുമ്പോൾ 3 മാസമാണ്. കഴിഞ്ഞ 3 മാസത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ അവിടെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നു. സെബിയുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി പോകുന്നുണ്ടോയെന്ന് റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വവും ട്രസ്റ്റിന് തന്നെയാണ്. മനസ്സിലായല്ലോ. പല തരത്തിലുള്ള റിപ്പോർട്ടുകളും അവർ നിയമനിഷ്കർഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സെബിക്ക് കൊടുക്കണം. പിന്നെ ചില സർട്ടിഫിക്കേഷനൊക്കെ നടത്തണം. ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം
സെബി ആവശ്യപ്പെടുന്ന തരത്തിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതിനുള്ള ഉത്തരവാദിത്വം ഈ ട്രസ്റ്റിനാണ്. അപ്പം ആ ട്രസ്റ്റിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ ഉള്ള പഠനം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഫർദർ റീഡിംഗ് ആണ് അതിന് നല്ലത്. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തത് നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ടീമാണ്. ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ മൂന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷനാണ് എന്താ പറയുക, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. യഥാർത്ഥത്തിൽ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എത്തിച്ചേരുന്ന ഫണ്ട് കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കമ്പനി ദാറ്റ് ആക്ച്വലി മാനേജസ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏജൻസി ഇവരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ കൊച്ചു കക്ഷികളല്ല, ഇവർ സമർത്ഥന്മാരായ സാമ്പത്തിക വിദഗ്ധന്മാർ ആണ്. ഇതൊരു പ്രൊഫഷണൽ ബോഡിയാണ്. AMC is a professional financial company registered with SEBI. ഇവർ പ്രവർത്തിക്കണമെങ്കിൽ ഇവരും ഈ സംവിധാനവും സെബിയുടെ കൃത്യമായ അംഗീകാരം നേടിയെങ്കിൽ മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനുള്ളൂ. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് AMCയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താണ്, ഇതിനെ വിജയപ്രദമാക്കുന്നതിൽ ഇവർക്കുള്ള പങ്ക് എന്താണ്? ഒന്നാമത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഇവരാണ് നിക്ഷേപങ്ങളെ പറ്റിയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഡിസൈൻ ചെയ്യുന്നത് ഇവരാണ് തീരുമാനിക്കുന്നത് എവിടെ എങ്ങനെ നിക്ഷേപിക്കണമെന്ന്. ഷെയറിൽ വേണോ, ഡിബഞ്ചറിൽ വേണോ, അഗ്രോ റിലേറ്റഡ് വേണോ, മാനുഫാക്ചറിങ് വേണോ, അല്ലെ സർവീസ് സെക്ടർ വേണോ, മറ്റ് സെക്ടറുകൾ വേണോ എന്ന് തീരുമാനിക്കുന്നത്. ഡിസൈഡ്സ് വേർ ആൻഡ് ഹൗ ടു ഇൻവെസ്റ്റ്, എവിടെ എങ്ങനെ, മനസ്സിലായല്ലോ. നോക്കി, അതേപോലെ തന്നെ എക്സ്പെർട്ട് ഫണ്ട് മാനേജ്മെന്റ് വളരെ ഒരു വീഴ്ചയും വരാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയണം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ ചെറിയ ചലനങ്ങൾ പോലും അവർ ഒബ്സർവ് ചെയ്യുകയും അത് പഠിക്കുകയും അത് പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. എക്സ്പെർട്ട് ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് അനലിസ്റ്റ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഗവേഷണം നടത്തുന്നു അല്ലെങ്കിൽ പഠനങ്ങൾ, തുടർ പഠനം ആവശ്യമാണ്. ഫണ്ട് കൈകാര്യം ചെയ്യുന്നവരാകുമ്പോൾ തീർത്തും വലിയ ഉത്തരവാദിത്തങ്ങൾ കാണും. അടുത്ത പറയുന്നത് കംപ്ലൈൻസ് ആൻഡ് റിപ്പോർട്ട്. കംപ്ലൈൻസ് ഉദ്ദേശിക്കുക ലീഗൽ കംപ്ലൈൻസ് ആണ്. നിയമം അപ്പടി അനുസരിക്കണം. അതായത് ഒരു വീഴ്ചയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഉത്തരവാദിത്തപ്പെട്ട അധികാര സംവിധാനങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ യാതൊരുവിധ വിട്ടുവീഴ്ചയും നിയമ ലംഘനവും നടക്കാൻ പാടില്ല. ആ സ്ഥാപനം വളരെ സ്മൂത്തായിട്ട് പ്രവർത്തിച്ചു പോകണം. നിയമം അപ്പടി പാലിച്ചു പറ്റും. എൻഷുർസ് ദാറ്റ് ഓൾ സ്കീംസ് കംപ്ലൈ വിത്ത് സെബി റെഗുലേഷൻസ് ആൻഡ് ട്രസ്റ്റ് ഡീഡ്. സെബിയുടെ റെഗുലേഷൻ മാത്രമല്ല, അതിൽ ട്രസ്റ്റ് ഡീഡിൽ, ട്രസ്റ്റ് അഗ്രിമെന്റിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ച് AMC പ്രവർത്തിക്കണം. അടുത്ത കംപ്ലൈൻസ് ആൻഡ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്നത് പബ്ലിഷ് നെറ്റ് അസറ്റ് വാല്യൂ. കമ്പനിയുടെ ആസ്തി, ഇവർ കൈകാര്യം ചെയ്യുന്ന ഫണ്ടിന്മേലുള്ള മൂല്യം, അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട്സും അവരാണ് തയ്യാറാക്കി കൺസേൺഡ് ഏജൻസീസിനെ സമർപ്പിക്കേണ്ടത്. അടുത്ത AMC നിർവഹിക്കുന്ന ധർമ്മം മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സെക്യൂരിറ്റികൾ അവർ ഫോം ചെയ്യുന്ന സ്കീമുകളിലെ യൂണിറ്റുകൾ വിറ്റഴിക്കുവാൻ വിവിധ തരത്തിലുള്ള ഏജന്റുകളെ, ബാങ്കുകളെ, ഓൺലൈൻ സംവിധാനങ്ങളെയൊക്കെ തീരുമാനിക്കപ്പെടുന്നതും ഇവർ തന്നെയാണ്. അടുത്ത പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ടുകളെല്ലാം ഇവരാണ് സൂക്ഷിക്കേണ്ടത്. അവരെടുത്തിട്ടുള്ള യൂണിറ്റുകളുടെ കൃത്യമായ കണക്ക്, പലപ്പോഴായിട്ട് നടന്നിട്ടുള്ള ഓരോ ഇടപാടുകളുടെയും കൃത്യമായ രേഖകൾ, ഇതെല്ലാം ഇവർ ഈ AMC മെയിൻറ്റെയിൻ ചെയ്യണം. AMCയെ നിയമിക്കുന്നത് ട്രസ്റ്റാണ്, ട്രസ്റ്റീസാണ്. ആ AMC പ്രവർത്തിക്കേണ്ടത് സെബി ഗൈഡ് ലൈൻസിന് വിധേയമായിട്ടാണ്. ട്രസ്റ്റ് സെബിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടിയാണ് AMCക്ക് പ്രവർത്തനാനുമതി ലഭ്യമാകുകയുള്ളൂ. അപ്പം സെബിയുടെ അപ്രൂവലോടുകൂടി ട്രസ്റ്റാണ് AMCയെ നിയമിക്കുന്നത്. നമ്മളതിൻ്റെ മൂലധന നിക്ഷേപം മിനിമം പറഞ്ഞിട്ടുണ്ട്, 40% സ്പോൺസർ ഉടമസ്ഥതയിലായിരിക്കണം ഇത്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് സംഘടനാ സംവിധാനങ്ങൾ ഇത്രയുമാണെങ്കിൽ പോലും ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എക്സ്റ്റേണലി ചില ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്.
ഈ പ്രോപ്പർട്ടി ഇവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ ഇതിൻ്റെ കണക്ക് ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മാനിപ്പുലേഷൻസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്, അഴിമതികൾ നടക്കാം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ചില മറ്റ് സംഘടനാ സംവിധാനങ്ങൾ ഇതിന് അനുബന്ധമായിട്ട് ഉണ്ടാക്കാറുണ്ട്, ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മ്യൂച്വൽ ഫണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന 3 സംവിധാനങ്ങളാണ്. 1 സ്പോൺസർ, 2 ട്രസ്റ്റ്, 3 AMC. അപ്പോൾ ഇത് കൂടാതെ ഇതിനെ സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നിർവഹിക്കുന്ന മറ്റ് ചില സംഘടനാ സംവിധാനങ്ങൾ ഉണ്ട്. അവരാരൊക്കെയാണ്? ഒന്ന് കസ്റ്റോഡിയനാണ്. ഈ പ്രോപ്പർട്ടി എല്ലാം കസ്റ്റഡി വയ്ക്കുവാനുള്ള അവകാശം AMCക്കല്ല. ഇതൊരു സ്വതന്ത്ര കമ്പനിയെ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അങ്ങ് ഏൽപ്പിക്കുകയാണ്. അവരാണ് ഈ സെക്യൂരിറ്റീസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ ട്രാൻസാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ടെങ്കിൽ അവർക്ക് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്. എന്ത് ചെയ്യുന്നൊരു ട്രഷററെ വെച്ചിട്ടുണ്ട്, അയാളായിരിക്കും എന്ത് ചെയ്യുന്ന പണം എല്ലാം കൈകാര്യം ചെയ്ത് ഇവരുടെ ഡയറക്ഷൻ. അതേപോലെ ഇവിടെ ഈ കസ്റ്റോഡിയനാണ് എന്ത് ചെയ്യുന്നത്, ഈ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ കൈവശം ഹോൾഡ് ചെയ്തിരിക്കുന്നതും അത് ട്രാൻസാക്ട് ചെയ്യുന്നതും. കസ്റ്റോഡിയൻ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഓൺഡ് ബൈ ദി മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ എന്താണ് ഹോൾഡിംഗ്, സേഫ് കീപ്പിംഗ് ഇവർക്കായിരിക്കും. ഹോൾഡ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഫണ്ട് അസറ്റ്. ഈ അസറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നു. ഹാൻഡിൽ സെറ്റിൽമെന്റ് ഓഫ് ട്രേഡേഴ്സ്, പർച്ചേസും സെയിലും ട്രാൻസാക്ഷൻ സാധ്യമാക്കുന്നതും ഇവർ തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട രണ്ടാമത് ഇത് സബോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്. രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്, RTA എന്ന് പറയും. ഇവരാണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ഇൻവെസ്റ്റർ റിപ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾക്ക് വരുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഈ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് അല്ലെങ്കിൽ RTA ആണ്. റിഡംഷൻസ് നടക്കുന്നത്, അതായത് മെച്ചുറായ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ തുകകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഇവരാണ്. അതേപോലെ ഡിവിഡൻഡ് പേ ഔട്ട്സ്, ഇത് ലാഭവിഹിതം വീതിച്ച് നൽകുന്ന പ്രവർത്തനങ്ങൾ. ഇനി ആ കാലാകാലങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഇതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടാൽ പ്രൊവൈഡ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ടു ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ രേഖകൾ നൽകുന്നതും RTA ആണ്. നമ്മൾ പറഞ്ഞു മെയിൻ ഓർഗൻസ് 3 ഓർഗൻസ് കൂടാതെ 1 കസ്റ്റോഡിയൻ പറഞ്ഞു, 2 നമ്മൾ RTA അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഘടകം ഓഡിറ്റേഴ്സ് ആൻഡ് കംപ്ലയൻസ് ഓഫീസാണ്. ഓഡിറ്റേഴ്സ് നമുക്കറിയാം, അവിടുത്തെ അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വെരിഫൈ അക്കൗണ്ട്സ് ഏജൻസി ആൻഡ് ഈച്ച് മ്യൂച്വൽ ഫണ്ട്, ഓരോ സ്കീമിൻ്റെയും ആ AMCയുടെയും അക്കൗണ്ടുകൾ, കണക്കുകൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് എന്ത് ചെയ്യുക, പരിശോധിക്കുക തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കംപ്ലയൻസ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ നോക്കുന്നത് ഈ AMC കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻഷുവേഴ്സ് ദ ഫണ്ട് ഫോളോസ് സെബി ആൻഡ് ട്രസ്റ്റി റെഗുലേഷൻസ്. ആ ട്രസ്റ്റ് ഡീഡ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, സെബി റെഗുലേഷൻ. ഇനി നമുക്കറിയാം എക്സ്റ്റേണലി ശരിക്കും ഇവർ പ്രവർത്തിക്കേണ്ടത് സെബിയുടെ അണ്ടറിലാണ്. അപ്പോൾ 4ാമത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ സെബി റെഗുലേറ്ററാണ്. എന്താണ് സെബി റെഗുലേറ്ററാണ്? റെഗുലേറ്റ്സ് ഓൾ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലെ മുഴുവൻ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻസിനെയും നിയന്ത്രിക്കുന്ന ശക്തി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഏജൻസി എന്ന് പറയുന്നത് സെബിയാണ്. സെബി അതുകൊണ്ട് റെഗുലേറ്റർ എന്ന് പറയാം. റെഗുലേറ്റ്സ് ഓൾ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻസ്. മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ടിന് രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നതും സെബി തന്നെയാണ്. അതേപോലെ തന്നെ ആത്യന്തികമായിട്ടും ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് സെബി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്തിനും പ്രൊട്ടക്ട്സ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുതാര്യമായിരിക്കണം, ഒന്ന് ഒളിച്ചു വെക്കാൻ കാണരുത്. ഡിസ്ക്ലോഷർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സുതാര്യമായിട്ട് വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടണം. അതേപോലെ തന്നെ നെറ്റ് അസറ്റ് വാല്യൂ, ഈ ഇവർ ഫിനാൻഷ്യൽ
സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ ഇവരുടെ പ്രോപ്പർട്ടീസിനൊക്കെ ഉണ്ടോ, ഇവർ നിയമം അനുശാസിക്കുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായി പരിശോധിക്കുന്നു. ഇതിലേതെങ്കിലും തരത്തിലുള്ള ലംഘനം വന്നാൽ വളരെ ശക്തമായ നടപടികൾ ആ കമ്പനിക്കെതിരായിട്ട് CBI എടുക്കും. നമ്മൾ ഇത്രയും ഭാഗമാണ് ഇതിൽ ഇന്ന് കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ തന്നെ പോകുന്നത് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് അടുത്തത്. ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ഇതുകൊണ്ട് തീരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഇത് മാക്സിമം ഇത് പ്രയോജനപ്പെടുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ഷെയർ ചെയ്യണം. നമ്മൾ ഈ ഫൈനാൻഷ്യൽ മേഖലയിലുള്ള നമ്മുടെ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ പറ്റി, സ്റ്റോക്ക് ട്രേഡിങ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം.